മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാകാത്തതും രാവിലെ ചായയ്ക്കൊപ്പം പുഴുങ്ങിയതായാലും ഓംലേറ്റ് ആയോ ബുൾസേ ആയോ നമ്മുടെ പ്രഭാതങ്ങളെ സജീവമാക്കുകയും ചെയ്യുന്ന ഒരു ആഹാരമാണ് മുട്ട. പ്രത്യേകിച്ചും ജിമ്മിൽ പോകുന്ന നമ്മുടെ ഫിറ്റ്നസ് പ്രേമികൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവർക്ക് എപ്പോഴും മനസ്സിൽ ഒരു സംശയം കാണും. ഏത് മുട്ടയാണ് നല്ലത്? ബ്രൗൺ മുട്ടയാണോ അതോ വെളുത്ത മുട്ടയാണോ? പ്രോട്ടീൻ കൂടുതൽ ഏതിനാണ്? നാടൻ മുട്ടകളുടെ പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. മുട്ടയുടെ പോഷകങ്ങൾ അറിയാത്തവരായി ആരും കാണില്ല. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ഒരു പവർ ഹൗസാണ് മുട്ട. പേശികളുടെ വളർച്ചയ്ക്കും എല്ലുകളുടെ ബലത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും എല്ലാം മുട്ട ഒരുപോലെ പ്രാധാന്യമാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ബ്രൗൺ മുട്ടകൾക്ക് വെളുത്ത മുട്ടയേക്കാൾ കൂടുതൽ പോഷക ഗുണങ്ങൾ ഉണ്ടെന്നുള്ള ധാരണ തികച്ചും തെറ്റാണ്. ഇത് കാലങ്ങളായി നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയ ഒരു മിഥ്യാധാരണ മാത്രമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു മുട്ടയുടെ ഷെല്ലിന്റെ നിറം അതിന്റെ പോഷക മൂല്യത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്രൗൺ മുട്ടയിൽ പ്രോട്ടീൻ കൂടുതലാണെന്ന്. എന്നാൽ സത്യമതല്ല. ഒരു ബ്രൗൺ മുട്ടയിലും ഒരു വെളുത്ത മുട്ടയിലും ഒരേ അളവിൽ തന്നെയാണ് പ്രോട്ടീൻ. അതായത് ഏകദേശം 6 മുതൽ 7 ഗ്രാം വരെ ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വിറ്റാമിനുകൾ, ധാതുക്കൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, കൂടാതെ തലച്ചോറിന് പ്രധാനപ്പെട്ട കോളിൻ എന്നിവയെല്ലാം ഈ 2 മുട്ടകളിലും തുല്യമായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവോ പോഷക ഗുണങ്ങളോ നോക്കി ബ്രൗൺ മുട്ടയെ മാത്രം ആശ്രയിക്കേണ്ടത് ഇല്ലെന്ന് സാരം. പിന്നെന്തിനാണ് ഈ നിറവ്യത്യാസം? വളരെ ലളിതമാണ്. മുട്ടയുടെ ഷെല്ലിന്റെ നിറം കോഴിയുടെ ഇനത്തെ ആശ്രയിച്ചിരിക്കും. അതെ, ഇത് കോഴിയുടെ ജനിതകപരമായ സവിശേഷതയാണ്. ഉദാഹരണത്തിന് ലഗോൺ പോലെയുള്ള ഇനം കോഴികളാണ് സാധാരണയായി വെളുത്ത മുട്ടകൾ ഇടുന്നത്. ഇവർക്ക് വെളുത്ത തൂവലുകളും വെളുത്ത ചെവികളും ആയിരിക്കും. അതേസമയം റോഡ് എലൻസ് റൈഡ് അല്ലെങ്കിൽ പൈമത്ത് റോക്ക് പോലെയുള്ള ഇനങ്ങൾ ബ്രൗൺ നിറത്തിലുള്ള മുട്ടകൾക്ക് ജന്മം നൽകുന്നു. ഈ കോഴികൾക്ക് ചുവന്ന തൂവലുകളും ചുവന്ന ചെവികളും ആയിരിക്കും. ചിലപ്പോൾ ഒരു ഇനത്തിൽപ്പെട്ട കോഴികൾക്ക് പോലും ഷെല്ലിന്റെ നിറത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇത് അവയുടെ പ്രായം, ഭക്ഷണം, സമ്മർദ്ദം എന്നിവയെ ആശ്രയിച്ചിരിക്കും. എന്നാൽ അടിസ്ഥാനപരമായി കോഴിയുടെ ജനിതകപരമായ ഘടനയാണ് മുട്ടയുടെ നിറം തീരുമാനിക്കുന്നത്. അല്ലാതെ ഈ മുട്ടകൾക്ക് തമ്മിൽ പോഷകപരമായി യാതൊരു വ്യത്യാസവുമില്ല. ഇനി മുട്ടയുടെ മഞ്ഞക്കരുവിനെ കുറിച്ച് സംസാരിക്കാം. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവിന് ഇളം മഞ്ഞ നിറവും മറ്റു ചിലപ്പോൾ കടും ഓറഞ്ച് നിറവും. ഈ നിറവ്യത്യാസം തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം. എന്നാൽ ഈ നിറവ്യത്യാസത്തിന് കാരണം മുട്ടയുടെ പോഷക ഗുണത്തിലുള്ള വ്യത്യാസമല്ല, മറിച്ച് കോഴികൾക്ക് ലഭിക്കുന്ന തീറ്റയാണ്. കോഴികൾ കഴിക്കുന്ന തീറ്റയിൽ സാന്തോഫിൻ എന്ന പിഗ്മെന്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കരുവിന് കൂടുതൽ ഓറഞ്ച് നിറം ലഭിക്കും. ഉദാഹരണത്തിന് ചോളം അല്ലെങ്കിൽ പച്ചക്കറികളായ ക്യാബേജ്, ചീര എന്നിങ്ങനെ ഈ പിഗ്മെന്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഇത്തരം ഭക്ഷണം കഴിക്കുന്ന കോഴിയുടെ മുട്ടയുടെ മഞ്ഞക്കരുവിന് കടുനിറം ഉണ്ടാകും. എന്നാൽ ബാർലി, ഗോതമ്പ് തുടങ്ങിയ പ്രധാന ഭക്ഷണമാക്കിയ കോഴികളുടെ മഞ്ഞക്കരുവിന് ഇളം മഞ്ഞ നിറമായിരിക്കും. അതുകൊണ്ട് മഞ്ഞക്കരുവിന് കടും നിറമുണ്ടെങ്കിൽ അതിനർത്ഥം കോഴിക്ക് നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭിക്കുന്നു എന്നാണ്. അല്ലാതെ ആ മുട്ടകൾക്ക് വെളുത്ത മുട്ടയേക്കാൾ കൂടുതൽ പോഷക ഗുണങ്ങൾ ഉണ്ടെന്നല്ല. നിറം തീറ്റയുടെ പ്രതിഫലനം മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില മുട്ടകളുടെ ഷെല്ലിന് കട്ടി കുറവായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇത് പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം. കോഴിയുടെ ഭക്ഷണത്തിൽ കാൽസ്യത്തിന്റെ അളവ് ഒരു പ്രധാന കാര്യമാണ്. മുട്ടയുടെ ഷെൽ നിർമ്മാണത്തിന് കാൽസ്യം അത്യാവശ്യമാണ്. കാൽസ്യം കുറഞ്ഞാൽ ഷെല്ലിന് കട്ടി കുറയും. അതുപോലെ തന്നെ കോഴികൾക്ക് വരുന്ന ചില വൈറൽ അണുബാധിതകളും മുട്ടയുടെ ഗുണനിലവാരത്തെ ബാധിക്കാം. ബ്രോൺകൈറ്റിസ് പോലുള്ള രോഗങ്ങൾ മുട്ടയുടെ ഷെല്ലിന്റെ ഗുണനിലവാരത്തിൽ കുറവ് വരുത്തും. കൂടാതെ പ്രായം കൂടുന്തോറും കോഴികൾ ഇടുന്ന മുട്ടയുടെ ഷെല്ലിന് കട്ടി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. ഉയർന്ന താപനില, സമ്മർദ്ദം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങളും ഷെല്ലിന്റെ കട്ടിയെ സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു മുട്ടയുടെ ഷെല്ലിന് കട്ടി കുറഞ്ഞാൽ അത് മുട്ടയുടെ പോഷകഗുണത്തിനെ ബാധിക്കുന്നില്ല, മറിച്ച് കോഴിയുടെ ആരോഗ്യത്തെയും സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യാപകമായ ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കാം. മുട്ടയുടെ മഞ്ഞക്കുരു കഴിക്കുന്നത് ഹൃദയാഘാതത്തിനോ സ്ട്രോക്കിനോ കാരണമാകും. വർഷങ്ങളായി ഈ ധാരണ പലരുടെയും മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് കൊളസ്ട്രോളിനെ കുറിച്ചുള്ള പേടി കാരണം പലരും മഞ്ഞക്കുരു ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന ശക്തമായ ശാസ്ത്രീയമായ പഠനങ്ങൾ നിലവിലില്ലെന്ന് മാത്രമല്ല,
പുതിയ ഗവേഷണങ്ങൾ ഈ സാധ്യതയെ തള്ളിക്കളയുകയും ചെയ്തു. മുട്ടയിൽ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ളത് ശരിയാണ്. ഒരു വലിയ മുട്ടയിൽ ഏകദേശം 186 mg കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് ഭക്ഷണത്തിലെ കൊളസ്ട്രോളിന് വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയില്ല എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറിച്ച് പൂരിത കൊഴുപ്പുകളും ട്രാൻസ് ഫാറ്റുകളുമാണ് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവിനെ പ്രധാനമായും ബാധിക്കുന്നത്. മുട്ടയിൽ ഈ ദോഷകരമായ കൊഴുപ്പുകൾ വളരെ കുറവാണ്. പല ആരോഗ്യ വിദഗ്ധരും ഇപ്പോൾ ദിവസത്തിൽ ഒരു മുട്ട കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നു. ചിലവർക്ക് 2 മുട്ട വരെ കഴിക്കുന്നത് സുരക്ഷിതമാണ്. കാരണം മുട്ട ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ്. ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ കൂടാതെ വിറ്റാമിൻ ഡി, B12, സെലിനിയം, കോളിൻ തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തിനും പേശിയുടെ വളർച്ചയ്ക്കും എല്ലിന്റെ ആരോഗ്യത്തിനും കണ്ണിന്റെ കാഴ്ചശക്തിക്കും എല്ലാം ഒരുപോലെ പ്രാധാന്യമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രധാന കാര്യം ഇതാണ്. ബ്രൗൺ മുട്ടയായാലും വെളുത്ത മുട്ടയായാലും പോഷകഗുണത്തിന്റെ കാര്യത്തിൽ അവ തികച്ചും ഒരുപോലെയാണ്. രണ്ടും ഒരേ അളവിൽ പ്രോട്ടീനും മറ്റു പോഷകങ്ങളും നൽകുന്നു. ജിമ്മിൽ പോകുന്നവരായാലും സാധാരണക്കാരായാലും നിങ്ങളുടെ ഇഷ്ടവും ലഭ്യതയും അനുസരിച്ച് ഏത് മുട്ടയും തിരഞ്ഞെടുക്കാം. നിറം ഒരു പ്രശ്നമല്ല. പ്രാധാന്യം മുട്ട നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക എന്നതാണ്. ഇതിലെ പ്രോട്ടീനും മറ്റു പോഷകങ്ങളും നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മുട്ടയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഒരു പരിധിവരെ മാറ്റുവാൻ ഇത് സഹായിച്ചുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. കൂടുതൽ ആരോഗ്യപരമായ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.